പ്രൈസ് ദ ലോർഡ്. ദൈവ തിരുനാമത്തിൽ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ വിഷയത്തിൽ, അതായത് ലോർഡ്സ് സപ്പർ അല്ലെങ്കിൽ നമ്മുടെ കുർബാന എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ തിരുവത്താഴം എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയാണ്. അത് നമുക്ക് എല്ലാ ദിവസവും നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? അതെപ്പോഴെപ്പോഴും സ്വീകരിക്കേണ്ടത് ആവശ്യമുണ്ടോ? അതോ ഒരിടം മാത്രം നമ്മൾ സ്വീകരിച്ചാൽ മതിയോ എന്നുള്ള വിഷയത്തെപ്പറ്റി നമുക്കൊരു ചെറിയ ചിന്തനം വന്നിട്ട് അതിൻ്റെ അകത്ത് പഠിക്കാനായിട്ട്, ബൈബിൾ പരമായിട്ട് പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനെപ്പറ്റി മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ബൈബിളിൻ്റെ വചനപ്രകാരം നമുക്ക് സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്, തിരുവത്താഴം അതായത് ലോർഡ് സഫർ നമ്മൾ എല്ലാ പ്രാവശ്യവും, അതായത് എപ്പോഴും അത് സ്വീകരിച്ചുകൊണ്ടിരിക്കണം എന്നാണ് നമ്മളെ ബൈബിൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇതൊരു നമ്മുടെ ഒരു ചടങ്ങല്ല. ഇത് നമ്മുടെ ആത്മീയപരമായ നമ്മളെ ഓർമ്മപ്പെടുത്തലാണ്. നമുക്ക് അത് ആത്മീയപരമായിട്ട് ദൈവമായിട്ട് നമുക്ക് അടുക്കാൻ വേണ്ടി നമ്മളെ സ്വയം നമ്മുടെ ആത്മചിന്തനം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ തിരുവത്താഴം നമുക്ക് സ്വീകരിക്കപ്പെടുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് യേശുക്രിസ്തു നമ്മളെ സ്പഷ്ടമായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമുക്ക് പറഞ്ഞു തരുന്ന ഇത് പ്രകാരമാണ്: നീ എൻ്റെ സ്മൃതിക്ക് വേണ്ടി, എനിക്ക് എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ ഇത് എപ്പോഴും ചെയ്യുവീൻ എന്നാണ് പറയുന്നത്. ചെയ്തുകൊണ്ടിരിക്കും. എന്താണെന്ന് വെച്ചാൽ, എപ്പം വരെ ഞാൻ തിരിച്ചു വരുന്നില്ല അതുവരെ നിങ്ങളിത് ഈ കാര്യം എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണം. എന്താ വെച്ചാൽ, ഞാൻ ഈ ഭൂമിയിൽ വന്ന് ഞാൻ പാപിയായ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടി ഞാൻ ബലി അർപ്പിക്കപ്പെട്ട് എൻ്റെ രക്തവും എൻ്റെ മാംസവും ഞാൻ ഇവിടെ ക്രൂശിൽ ഞാൻ ബലി അർപ്പിക്കപ്പെട്ടിട്ട് ഞാൻ മരിക്കപ്പെട്ടപ്പോൾ അത് നിങ്ങളുടെ പാപം അവിടെ വെച്ച് കഴിയിക്കുന്നു എന്നുള്ളത് നമ്മൾ എപ്പോഴും ഈ തിരുവത്താഴം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്കത് ഓർമ്മയിൽ വരും. അതുകൊണ്ടാണ് പറയുന്നത്, എപ്പോഴും നമുക്ക് നിങ്ങൾ ചെയ്തുകൊണ്ട് ഇത് തന്നെ. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 24 തൊട്ട് 25 വരെയുള്ള വാക്യത്തിൽ നമുക്ക് ഇത് തന്നെ സ്പഷ്ടമായിട്ട് പറയും. ഇത് നിങ്ങൾ ചെയ്യുവീൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് സ്പഷ്ടമാണ് നമ്മൾ എപ്പോഴും ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് സ്പഷ്ടമായിട്ട് അതിൻ്റെ അത് മനസ്സിലാകുന്നത്. അല്ലാതെ നമുക്ക് വർഷത്തിൽ ഒരിടം നമ്മളത് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ ഒരു പുതിയവും വന്നപ്പോൾ ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ ആണ്ടുകുമ്പസാരം വന്നപ്പോൾ നമ്മളത് ചെയ്തു, അപ്പോൾ അല്ലാതെ അത് കഴിയുമ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നല്ല. അതെപ്പോഴും എത്രമാത്രം പ്രാവശ്യം നമ്മൾ ചെയ്യുന്നു, അപ്പോൾ നമ്മൾ നമ്മുടെ ദൈവത്തെ, നമുക്ക് വേണ്ടി ബലിയാകായ ദൈവത്തെ നമ്മൾ ഓർക്കപ്പെടും. അത് നമ്മുടെ ആത്മാവിനെ നമുക്ക് ശുദ്ധീകരിക്കാൻ പറ്റും. അങ്ങനെ ശുദ്ധീകരിക്കുന്ന ഒരു ആത്മാവാണ് യേശുക്രിസ്തുവിന് നമ്മുടെ ഉള്ളിൽ വേണ്ടിയത്. അതിനു വേണ്ടിയാണ് ഇതിൻ്റെ അകത്ത് ഇത് പറയപ്പെടുന്നത്, നിങ്ങൾ എപ്പോഴും ചെയ്യുവീൻ. അതോടൊപ്പം തന്നെ നമ്മുടെ ദൈവത്തിൻ്റെ, യേശുക്രിസ്തുവിൻ്റെ ഈ ശരീരത്തിനെ റൊട്ടിയാക്കി നമുക്ക് തരുകയും, അതോടൊപ്പം തന്നെ അദ്ദേഹം ഇതിൻ്റെ അകത്ത് നമുക്ക് അദ്ദേഹത്തിൻ്റെ രക്തം നമുക്ക് പാനിയാക്കി തരുകയും ചെയ്ത് അത് നമുക്ക് തന്നിട്ട് നമ്മളോട് പറയുന്ന ഈ പ്രകാരമാണ്: ഞാൻ വരുന്നിടം വരെ നിങ്ങളിത് കൊടുക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കുകയും മറ്റുള്ളവരുടെ ഇടയ്ക്ക് അത് പ്രചരണമാക്കി മാറ്റുകയും അത് അവർക്ക് ഇതൊരു ഒരു സുസമാചാരമായിട്ട്, അല്ലെങ്കിൽ ഇത് നമുക്ക് സന്ദേശമായിട്ട് എല്ലാവർക്കും കൊടുക്കുകയും ഇത് അവരെ ധരിപ്പിക്കുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ കടമയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ന് 12,000 കൊല്ലം ആയി ഇത് കാര്യങ്ങൾ. ഈ 2000 കൊല്ലം കൊണ്ട് നമ്മളെ ഓരോരുത്തർ ഓരോ നമ്മുടെ ജനറേഷനിൽ വന്ന ഓരോ പിതാക്കന്മാർ ഇത് നമ്മളെ പറഞ്ഞ് ധരിപ്പിച്ചതുകൊണ്ടാണ് ഇന്ന് നമ്മളും ഇത് തന്നെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്വീകാര്യതയാണ് ഇനി നമ്മൾ വരുന്ന തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു അവസ്ഥയിൽ മാത്രമേ നമുക്ക് ഇത് 1 കൊരിന്ത്യർ 11-ാം അധ്യായം 26-ാം വാക്യത്തിൽ അത് സ്പഷ്ടമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ തിരുവത്താഴം നമ്മളെപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കണം. നമ്മളെല്ലാവരും നമ്മുടെ കലീശയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ ഒരു തിരുവത്താഴത്തിൻ്റെ ഒരംശമായിട്ട് നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നിരിക്കുന്ന ഒരു ബന്ധുതയാണ് നമുക്കുള്ളത്. ആ ബന്ധുത നമ്മൾ എപ്പോഴും സ്വീകരിക്കണം. എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ യോജിപ്പിലുള്ള ബന്ധുതയുള്ള ആ ഒരു തിരുവത്താഴം നമ്മൾ ഭക്ഷിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പാണ് നമുക്ക് നമ്മുടെ ഒരു
കലീശയ്ക്ക് നമ്മളെ കൂടുതൽ ആഴമായ യേശു ക്രിസ്തുവിലേക്ക് നമ്മൾ ബന്ധപ്പെടുന്നത്. അങ്ങനെയുള്ള കലീശയിൽ മാത്രമേ യേശു ക്രിസ്തു രണ്ടാം വരവിൽ നമ്മളെ മൊത്തത്തിൽ നമ്മളെ അവിടെ സ്വീകരിക്കുന്നത്. അപ്പം അതിനുവേണ്ടി നമ്മളെല്ലാം ഒരുക്കപ്പെട്ടവരായിത്തീരണം. ഇതാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പം നമ്മൾ ഇതിൽ കൂടെ നമ്മളെ ക്രൂശിൽ മരണപ്പെടുന്നതിൻ്റെ ആ ത്യാഗത്തിൻ്റെയും ആ നമ്മുടെ ബലിയാടായതിൻ്റെ ആ സന്ദേശമാണ് നമ്മൾ സമൂഹത്തിൽ നമ്മൾ പ്രചരിപ്പിക്കേണ്ടത്. ഈ സന്ദേശത്തിനെ നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ അവിടെ വെച്ചാണ് നമ്മൾ ആ വിറ്റ്നസ്സാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ യേശു ക്രിസ്തുവിന് വേണ്ടി നമ്മൾ ത്യാഗം സഹിച്ച് അതിനെപ്പറ്റി എന്താണ് യേശുക്രിസ്തു അന്ന് ചെയ്തിരുന്നത് എന്നുള്ള ആ സന്ദേശം നമ്മൾ സ്വീകരിക്കുകയും അങ്ങനെ ഒരു വിറ്റ്നസ് നമ്മൾ കൊടുക്കുമ്പോഴാണ് നമ്മുടെ ആത്മീയപരമായ വളർച്ച നമ്മൾ ഉണ്ടാക്കി നമ്മൾ യേശുക്രിസ്തുവിലേക്ക് ചേരുന്നത്. അപ്പം ഇത് ആത്മീയപരമായ ഒരു സഹകരണമാണ് നമുക്ക്, അതായത് ഫെലോഷിപ്പ് നമുക്ക് സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഈ ഒറ്റ പാത്രത്തിലെ രക്തത്തിൽ കൂടി നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിക്കുന്നത്. ഇങ്ങനെ സ്വീകരിക്കുന്ന ഒരവസ്ഥയിൽ മാത്രമേ അതിനുവേണ്ടി നമുക്ക് യേശുക്രിസ്തുവിനെ നന്ദി പറയണം. അങ്ങനെയുള്ളപ്പോഴാണ് നമുക്ക് അനുഗ്രഹം കിട്ടുന്നതും. അത് ആ പറയുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മളെല്ലാവരും ഒരു ശരീരമായിത്തീരുന്നു. അങ്ങനെ ആ ഒരു ശരീരത്തിൻ്റെ അംശമായി മാറിക്കൊണ്ട് നമ്മൾ ഈ യേശുക്രിസ്തുവിൻ്റെ രക്തവും ശരീരവും നമ്മൾ റൊട്ടിയുടെ രൂപത്തിൽ നമ്മളത് സ്വീകരിക്കുന്നത്. അപ്പം ഇത് നമ്മളെ കൂട്ടായ്മയ്ക്ക് വേണ്ടി, യേശുക്രിസ്തുവിൻ്റെ ആത്മീയപരമായ കൂട്ടായ്മയ്ക്ക് വേണ്ടി അതിനു വേണ്ടി വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ആത്മീയ പ്രവൃത്തിയാണ്. ഈ ആത്മീയ പ്രവൃത്തിയെ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കാനാണ് ആഹ്വാനം ചെയ്യുന്നത്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇതുപോലെ തന്നെയാണ് പറയപ്പെടുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ആത്മീയപരമായ ഫെലോഷിപ്പിൽ നമ്മൾ ജീവിക്കണം യേശുവുമായിട്ട് എന്നാണ് അതിൻ്റെ അകത്ത് പറയപ്പെടുന്നത്. നമ്മൾ ഈ തിരുവത്താഴം നമ്മുടെ യേശുക്രിസ്തു നമ്മളെ പരസ്പരം ആത്മീയപരമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഒരു ബന്ധപ്പെടൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ആത്മീയ പരിശോധന നമ്മൾ നടത്തുകയും നമ്മുടെ തെറ്റുകുറ്റങ്ങളെ, കുറവുകളെ നമ്മൾ പശ്ചാത്തപിക്കുകയും ചെയ്ത് ആ പശ്ചാത്താപത്തോടുകൂടി നമ്മളുണ്ടല്ലോ യേശുക്രിസ്തുവിൻ്റെ തിരുവത്താഴം നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ പശ്ചാത്താപത്തോടുകൂടി നമ്മുടെ ആ തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കപ്പെടുകയും അതോടൊപ്പം തന്നെ നമ്മളെ തന്നെ നിരന്തരമായിട്ട് പരിശോധിക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് ഈ തിരുവത്താഴം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നിരന്തരം പാപികളാണ്. ആ പാപത്തിൽ എപ്പോഴും നമ്മൾ മുഴുകിക്കിടക്കുന്നവരാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇതിൻ്റെ അകത്ത് 1 കൊരിന്ത്യർ 11-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്ന ഇത് പ്രകാരമാണ് നമ്മൾ അതിൽ യേശുക്രിസ്തുവിൽ മുഴുങ്ങിക്കിടന്നുകൊണ്ട് അതിൽ നിന്ന് ലയിച്ച് കിടന്നുകൊണ്ട് ആത്മീയപരമായ ചിന്തനം നമ്മളെ തന്നെ ചെയ്തുകൊണ്ട് നമ്മുടെ ഉണ്ടാകുന്ന കുറവുകളെ നമ്മൾ ആത്മചിന്തനം ചെയ്തുകൊണ്ട് നമ്മൾ വേണം ഈ പറയുന്ന ഇതിൽ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ഈ തിരുവത്താഴത്തിലേക്ക് നമ്മൾ അടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം നമ്മൾ കാണപ്പെടുന്ന നമ്മുടെ അപ്പോസ്തല പ്രവൃത്തി പുസ്തകത്തിൽ 2-ാം അധ്യായം 42-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇതുപ്രകാരം കാണാൻ പറ്റും. അവർ ആ കാലഘട്ടങ്ങളിൽ ഈ അപ്പോസ്തലന്മാർ അത് നമ്മളെ പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും നമ്മുടെ ചർച്ചസിൽ അല്ലെങ്കിൽ കലീശയിൽ അത് നമുക്ക് വേണ്ടി ഈ കുർബാന അർപ്പിക്കപ്പെട്ട് നമ്മളെ അത് മനസ്സിലാക്കി തരുകയും ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ അവർ നമ്മളെ എപ്പോഴും ദൈവത്തിലേക്ക് നമ്മളെ ലയിച്ച് നമ്മളെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളെ എപ്പോഴും കൊണ്ടു നടക്കുമായിരുന്നു. ആ ഒരവസ്ഥയാണ് ഇന്ന് നമ്മുടെ ചർച്ചസിൽ നമുക്കത് ആവശ്യം. അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ മാത്രമേ അതിന് തിരുവത്താഴം നമുക്ക് ഡെയിലി അല്ലെങ്കിൽ എപ്പോഴും നമുക്കത് സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് പരസ്പരം അന്ന് അപ്പോസ്തലന്മാർ ചെയ്ത ആ പ്രവൃത്തിയിലേക്ക് നമ്മളായിത്തീരത്തുള്ളൂ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് യേശു ക്രിസ്തുവിലേക്ക് നമുക്ക് പൂർണ്ണമായിട്ട് ലയിച്ചുകൊണ്ട് നിന്നുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ജീവിക്കുന്ന ജീവിതത്തിൽ മാത്രമേ നമുക്ക് ആത്മചിന്തനം ഉണ്ടാകത്തുള്ളൂ. അതോടൊപ്പം നമ്മൾ പശ്ചാത്തപിക്കത്തുള്ളൂ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, നമ്മൾ കുറവുകളെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ
പാപമില്ലാരഹിതമായ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ നയിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. അങ്ങനത്തെ ഒരു ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കലീശയിൽ നമുക്ക് അപ്പോസ്തലന്മാർ ചെയ്ത ആ പ്രവൃത്തിയിൽ കൂടി നമുക്ക് ഇന്ന് പിതാക്കന്മാർ, നമ്മുടെ ആത്മീയ പിതാക്കന്മാരെ നമ്മളെ ഉത്ബോധിക്കുമ്പോഴും നമ്മളെ അതിനുവേണ്ടി ആഹ്വാനം ചെയ്യുമ്പോഴും നമ്മൾ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾക്ക് പ്രവർത്തിക്കുകയും ഒരു അപ്പത്തിൻ്റെ ഒരു രക്തത്തിൻ്റെ കപ്പിൻ്റെ അകത്തുള്ള രക്തത്തിൻ്റെ വീഞ്ഞിനെയും നമ്മൾ സ്വീകരിക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. അങ്ങനെ സ്വീകരിക്കാൻ നമ്മൾ അവസ്ഥയിൽ നമ്മൾ നിശ്ചയമായിട്ട് നമ്മുടെ ആത്മീയ ശുദ്ധീകരണം നമുക്കുണ്ടാവും എന്നുള്ളത് സംശയമില്ല. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ആത്മീയ ഭോജനം നമുക്ക്, അതായത് ലോർഡ് സഫർ അല്ലെങ്കിൽ നമുക്ക് തിരുവത്താഴം നമുക്ക് സ്വീകരിക്കണമെന്ന് പറയുന്നത്. അത് നമ്മൾ കാണാറുണ്ട്. നമ്മുടെ പള്ളികളിലുമൊക്കെ പല സമയത്തും നമ്മൾ കാണുന്നുണ്ട്, ചിലർ സ്വീകരിക്കുന്നുണ്ട്, ചിലർ സ്വീകരിക്കത്തില്ല. അത് തെറ്റാണ്. അത് ഒരിക്കലും ഉചിതമല്ല, ബൈബിൾ പ്രകാരമല്ല. ആ ബൈബിൾ പ്രകാരം ചെയ്യാത്ത ആൾക്കാർ നമ്മുടെ ആത്മചിന്തനം ചെയ്യുന്നില്ല എന്നുള്ളതാണ്, നമ്മൾ പശ്ചാത്തപിക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ വരുന്നത്. അപ്പോൾ പശ്ചാത്തപിക്കുകയും ആത്മചിന്തനം ഡെയിലി ഓരോ നിമിഷത്തിൽ നമ്മളെ ആത്മചിന്തനം ചെയ്യുന്ന വ്യക്തികളും ഓരോ നിമിഷത്തിൽ നമ്മളെ തന്നെ സ്വയം പരിശോധിക്കുന്ന വ്യക്തികളും അപ്പോസ്തലന്മാർ നമ്മളെ പഠിപ്പിച്ച പ്രകാരം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ഈ ആത്മചിന്തനത്തിലേക്ക് നമ്മൾ ഒരുക്കപ്പെടും എന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ തിരുവത്താഴത്തിൽ കൂടെ നമുക്ക് ഒന്നാമത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യേശുവിൻ്റെ ഓർഡറിനെ നമ്മൾ മാനിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് യേശുവിൻ്റെ ക്രൂശാരോഹണത്തിൻ്റെ ഉണ്ടായ ത്യാഗത്തിനെ നമ്മൾ ഓർത്തിരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താ വെച്ചാൽ ആത്മീയപരമായ അടുപ്പം നമ്മൾ യേശുക്രിസ്തുവിലേക്ക് നമ്മൾ നടത്തുന്നു. ആ ആത്മീയപരമായ യേശുക്രിസ്തുവിലേക്ക് നമ്മൾ ചേരുന്ന ഒരു അവസ്ഥയാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. നാലാമത് നമുക്ക് മനസ്സിലാക്കുന്ന ആത്മചിന്തനം, നമ്മുടെ ആത്മചിന്തനം ചെയ്യുന്നു. ആ പവിത്രമായ ഒരു ജീവിതത്തിലേക്ക് നമ്മളെ തന്നെ നയിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നാലാമത് നമ്മൾ ശ്രമിക്കുന്നത്, നമ്മൾ ഇതിൻ്റെ അകത്ത് അടുത്ത പോയിന്റ് നമ്മൾ യേശുക്രിസ്തു തിരിച്ചു വരുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു തിരുവത്താഴത്തിലേക്ക് നമ്മൾ പോകുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ജീവിതത്തിനെ നമ്മൾ നയിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ പുണ്യമായ ജീവിതം അല്ലെങ്കിൽ നമ്മൾ ഒരുക്കപ്പെടുന്ന ജീവിതത്തിലേക്ക് നമ്മളായിത്തീരും, ആത്മീയ ഒഴുക്കം നമ്മൾ ഉള്ളവരായിത്തീരത്തുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ തിരുവത്താഴത്തിന് വേണ്ടി നമ്മൾ ഒരുക്കപ്പെട്ട് വന്ന് എപ്പോഴും നമുക്ക് ദൈവം അവസരം തരുന്നു, ആ സമയത്ത് ഉടനെ തന്നെ നമ്മൾ സ്വീകരിക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. അത് നമ്മൾ സ്വീകരിക്കണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. അതോടൊപ്പം തന്നെ ക്രിസ്മസിൻ്റെ ആശംസകളും പുതിയ വർഷത്തിൻ്റെ ആശംസകളും, വിഷ് യു ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ക്രിസ്മസ് ഓൾസോ. അത് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഗോഡ് ബ്ലസ് ടു ഓൾ.